പ്രത്യേകിച്ച് നിങ്ങളോടൊക്കെ പറയാനുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാമത്തെ വാർഷികം നടക്കുകയാണ് 8-ാം തീയതി. നമ്മളെല്ലാവരും അതിൽ പങ്കെടുക്കണം. അത് നമ്മളെ ദീനാണ്. എങ്ങനെ ഒരു വിധം ജീവനുണ്ടെങ്കിൽ വാഹനത്തിൽ പോകണം. അത് ഈ കേരളത്തിലെ ഒരു അർഫയാണ്. ഇതൊന്നും ഞാൻ എൻ്റെ വകയായിട്ട് പറയുന്നു, ആരിഫീങ്ങൾ പറഞ്ഞ വാക്കായി പറയുന്നത്, എൻ്റെ വകയായിട്ടൊന്നും പറയുന്നില്ല. ഞാനും പോവും. അവിടെ പോയി എനിക്ക് പ്രസംഗമാണ് കേട്ടാൽ മതി. ആ നഗരിയിൽ പോയി കുത്തിരിക്കണം. ഒരാളിൽ ഇങ്ങനെ ഫാത്തിഹ ഓതിക്കൊണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ട് ദുആക്ക് ഇജാബത്ത് കിട്ടും. അവിടെ മൺമറഞ്ഞു പോയ അമ്പിയ ഔലിയാക്കന്മാർ മഹാന്മാരുടെ അർവാഹു പങ്കെടുക്കും. ഇതൊന്നും ചെറിയ സംഭവമല്ല. ഇൻഷാ അല്ലാഹ് അത് മഹാന്മാരെ കുരുത്തവും പൊരുത്തവും ഉള്ള ഒരു റൂട്ടാണ്. അത് അവസാനം വരെ അങ്ങനെ ഉണ്ടാകും. അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അതിനെല്ലാവരും പോകണം. വലിയവരും ചെറുപ്പക്കാരൊക്കെ പോകണം. ഞാൻ നീട്ടിപ്പരത്തി പറയല്ല, എല്ലാവരും അതിൽ പങ്കെടുക്കണം. പിന്നെ അത് നമ്മളെ ദീനാണ്. ആ ദീൻ നമ്മൾ നിലനിർത്തണം. നമ്മൾ ആരെയും കുറ്റം പറയരുത്. പണ്ഡിതന്മാരെ കുറ്റം പറയരുത്, സയ്യിദന്മാരെ കുറ്റം പറയരുത്, നമ്മൾ ആരെയും കുറ്റം പറയരുത്. അവർക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അള്ളാഹു സുലഹാക്കി നല്ല രീതിയിലാക്കി തരുമാറാവട്ടെ. അതിന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ഈ ഉമ്മത്ത് പിളരുന്നതും ഈ ഉമ്മത്ത് ഇനിയും അകന്നു പോകുന്നതും ഈ ഉമ്മത്ത് ഇനിയും പലതുമായി തീരുന്നതും നമ്മൾ പേടിക്കണം. നമ്മുടെ ആരുടെയും വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചിന്ത കൊണ്ട്, നിലപാടുകൊണ്ട് അങ്ങനെ ഒന്നും സംഭവിക്കരുത്. അത് അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്നും നമ്മുടെ അഖീദ, നമ്മുടെ ദീന് അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. അത് നമ്മൾ മുറുകെ പിടിക്കുകയും വേണം. അതിൻ്റെ ഖാദിമീങ്ങളാവണം. അതിനു വേണ്ടി വേണ്ടതൊക്കെ ചെയ്യണമെന്നും എല്ലാവരോടും ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ്